മകളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുമിച്ച് ചേരാം. ഇന്നു മുതൽ വിശുദ്ധർ എങ്ങനെ വിശുദ്ധരായി, എന്തായിരുന്നു വിശുദ്ധരുടെ വിജയ രഹസ്യമെന്ന ജീവിതത്തിൻ്റെ ആത്മീയമായ മർമ്മത്തിലേക്ക് അല്പമൊന്ന് കടന്നു ചെല്ലുകയാണ്. ബാലികാബാലന്മാരെ, കൗമാരപ്രായക്കാരെ, വളരെ സുപരിചിതനായ ഒരു വിശുദ്ധനെ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. ചെറുപ്രായത്തിൽ ഈശോയെ സ്നേഹിച്ച, വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച ഒരു വിശുദ്ധൻ. ഇതാ വചനം തരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. വിശപ്പും ദാഹവും അറിയാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുക. 1842 ജനിച്ച് 1857 വെറും 14 വർഷം കൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിച്ച ഒരു കൊച്ചു മിടുക്കനാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. 1842 ഇറ്റലിയിലെ റീവ പ്രദേശത്ത് ജനിച്ചു. അവൻ്റെ മാതാപിതാക്കൾ സാമ്പത്തികമായി ദരിദ്രരായിരുന്നു. എങ്കിലും മക്കൾക്ക് പുണ്യം എന്ന വലിയ സമ്പാദ്യം കൈമാറാൻ അവർക്ക് സാധിച്ചു. ചെറുപ്രായമെന്ന് പറഞ്ഞാൽ ഡൊമിനിക് സാവിയോ 5 വയസ്സിൽ വിശുദ്ധ കുർബാനയെ സഹായിക്കാൻ തുടങ്ങി. 7-ാം വയസ്സിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. ചെറുപ്രായത്തിൽ വൈദികനാകാൻ ആഗ്രഹിച്ചു. ഇന്ദ്രിയങ്ങളെ, പ്രത്യേകമായി കണ്ണുകളെ കർശനമായി നിയന്ത്രിച്ചു. കൂട്ടുകാരോട് പറയുമായിരുന്നു, നിങ്ങളുടെ കണ്ണുകൾ ജനാലകൾ പോലെയാണ്. അവയിലൂടെ ഒരു പിശാചിനെയോ ഒരു ദൈവദൂതനെയോ നിങ്ങളുടെ ഇഷ്ടാനുസരണം അകത്ത് പ്രവേശിപ്പിക്കാം. എന്തൊരു വാക്യമാണല്ലേ! കണ്ണുകളിലൂടെ കടന്നു വരുന്ന തിന്മയുടെ ശക്തികളെ എതിർത്തു തോൽപ്പിച്ച വിശുദ്ധനാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. കണ്ണുകൾ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഒരു കുഞ്ഞു വിശുദ്ധൻ. മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഇന്നു മുതൽ ഈ വിശുദ്ധന്റെ മാതൃക നമ്മുടെ ജീവിതത്തിന് പ്രചോദനം നൽകട്ടെ. ധാരാളം വിശുദ്ധന്മാർ എൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടാകാൻ ഈ ചെറു വിശുദ്ധനെ, ഈ മഹാവിശുദ്ധനെ നമുക്ക് പരിചയപ്പെടാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇതാ ഡൊമിനിക് സാവിയോ നിന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.